ഓട്ടോയിൽ കയറിയപ്പോഴും തിരക്കിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ബ്ലോക്ക് തന്നെയായിരുന്നു. നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. അവളെ വിളിച്ച് പറഞ്ഞപ്പോൾ അവളും അങ്ങോട്ട് എത്താമെന്ന് പറഞ്ഞു. ഞാൻ ബാംഗ്ലൂർ വന്നിട്ട് മസാല ദോശ ഏറ്റവും ഇഷ്ടപ്പെട്ട് കഴിച്ചത് ഇവിടെ നിന്നാണ് കേട്ടോ. ഏട്ടനും ജിഷിയൊക്കെ വന്നപ്പോഴും ജോബിച്ചനായിട്ടും മുന്നേ വന്നിട്ടുണ്ട്. ഇനി മസാല ദോശ കഴിച്ചു. പിന്നെ ചായ കുടിക്കാൻ വേണ്ടി പോയി. ഈ കട കണ്ടാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് പറയണേ. ഈ ഫോട്ടോ കണ്ടാൽ ചിലർക്ക് മനസ്സിലാവും. ജോബിച്ച് ആദ്യമായിട്ട് ബാംഗ്ലൂർ വന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് പോയിട്ടുള്ള ഷോപ്പാണ്. ഈ ഒടിയത്ത് ഈ ഫ്രണ്ട് തന്നെയാണ് എനിക്ക് ഫോട്ടോ എടുത്ത് തന്നതും. വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫോട്ടോ ആണ് കേട്ടോ അത്. അങ്ങനെ നടന്ന് വരുമ്പോൾ നമ്മുടേതായിട്ടുള്ള കുഞ്ഞു സ്വർഗ്ഗം കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. അതേപോലെ തന്നെ ഉള്ളിലൊരു കുളത്തി വലി. സ്വന്തമായിട്ട് അധ്വാനിച്ച് സ്വന്തം കാലിൽ നിന്നതിന് ശേഷം എൻ്റെ വീട് എന്ന് പറഞ്ഞിട്ട് മേടിച്ചതാണ്. ജോബിസിനും കൂടി വന്നപ്പോൾ എൻ്റെ സ്വന്തമായിട്ടുള്ളൊരു സ്വർഗ്ഗമാവുന്നത് ആരെങ്കിലുമൊക്കെ ഉള്ളപ്പോഴാണെന്ന്. അങ്ങനെ കുറച്ച് കാലം സ്വർഗ്ഗമായിരുന്ന വീടാണ്. അത് കൈമാറി പറയുമ്പോൾ റെൻറ്റിനാണെങ്കിൽ ഒരു സങ്കടം. എന്നിട്ട് വന്ന വഴി കുറച്ചേരം ഇരുന്ന് നമ്മൾ നമ്മുടെ പണിക്ക് കടന്നു. ഇതിന് വേണ്ടിയിട്ടാണല്ലോ വന്നത് തന്നെ. ഇതൊക്കെ പിന്നെ വൃത്തിയാക്കേണ്ടി വന്നു. കാരണം നമ്മളിപ്പോൾ അത് ഓഫാക്കിയിട്ട് പോയ കാരണം ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ പിന്നെ അത് ക്ലീനാക്കി. പിന്നെ 2-3 ബോക്സ് 2 ബാഗ് മൊത്തത്തിൽ പാക്കിംഗ് ആയിരുന്നു. ഏകദേശം വൈകിട്ട് വരെ നിർത്താതെ പാക്കിംഗ് തന്നെയായിരുന്നു. ഒരു വലിയ കാർട്ടൂണ്, പിന്നെ എയർ ഫ്രയറിൻ്റെ ഒരു ബോക്സ്, മിക്സി, ഇസ്തിരിപ്പെട്ടി, സാൻഡ്വിച്ച് മേക്കർ, അങ്ങനെ ബീറ്റർ, അങ്ങനെ ഒരു ലോഡ് സാധനങ്ങൾ ജോബിച്ചിന് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ 2 ബാഗ് ഡ്രസ്സ്. പിന്നെ അപ്പയും അമ്മയും വന്നിട്ട് ഇവിടെ കിടക്കിൻ്റെ അലോണിയും ബെഡ്ഷീറ്റൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ അത് ഇനി വരുമ്പോൾ നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാക്ക് ചെയ്ത് വന്നപ്പോൾ ഒരു 4-5 ബാഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം വണ്ടി എടുത്തിട്ട് അവർ വന്ന് കൊണ്ടുപോകാം എന്നുള്ള രീതിക്കാണ് പ്ലാൻ ചെയ്തത്. പിന്നെ ഇവിടെ നിന്നൊരു കാർഗോ സർവീസ് കിട്ടി. കാർഗോ മീൻസ് പോർട്ടർ സർവീസ് കിട്ടി. നോ ബ്രോക്കർ എന്ന് പറഞ്ഞൊരു സൈറ്റിൽ അങ്ങനെ അപ്ലൈ ചെയ്തു. നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് ഒന്നുകൂടി റീപാക്ക് ചെയ്യും. അവരെന്നെ വന്നിട്ടാണ് പാക്ക് ചെയ്ത് ബബിൾ റാപ്പൊക്കെ ചെയ്ത്, ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ആണെങ്കിൽ ബബിൾ റാപ്പൊക്കെ ചെയ്തിട്ട് അവരെന്നെ പാക്ക് ചെയ്യുക. അപ്പോൾ 2 കാർട്ടൂണിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബെഡും. അങ്ങനെയാണ് പറഞ്ഞേക്കണത്. ഓൾറെഡി ഞാനൊരു കാർട്ടൂൺ ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടേതായിട്ടുള്ള രീതിക്ക് റാപ്പൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നാളെ പിന്നെയും ഇതൊക്കെ അഴിച്ചു പണി ചെയ്യേണ്ടി വരും. പിന്നെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാനും ഡാമേജോ എന്തെങ്കിലും ആവുകയാണെങ്കിൽ തന്നെ 90% ഇൻഷുറൻസ് നമുക്ക് കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് സേഫാണെന്ന് വിചാരിക്കുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ എത്തുള്ളൂ. നമുക്ക് പിന്നെ ഇതിൽ തിരക്ക് പിടിച്ച സാധനങ്ങളൊന്നും ഇല്ല. നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്തിരുന്ന സാധനങ്ങൾ എങ്ങനെയും അങ്ങോട്ട് എത്തുക, ഇവിടെ ഒഴിവാക്കുക, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ജോലിയൊക്കെ കിട്ടുന്നത് എവിടെയാണോ അവിടേക്ക് കിട്ടുമ്പോഴേക്കിട്ട് ഇതുപോലെ തന്നെ പോവുകയും ചെയ്യാം. എല്ലാം കഴിഞ്ഞ് ഒരു കുളിയും പാസ്സാക്കി തിരിച്ച് വരുമ്പോഴേക്കും നല്ല മഴയായിരുന്നു. ഇവിടെ വന്നിട്ട് എന്താ പറയുക, മുന്നത്തെ കുറേ മെമ്മറീസ് പിന്നെയും മുന്നിലേക്ക് ഓർമ്മയിൽ വന്നു. ഇവിടെ വന്ന വഴിക്ക് മമ്മീനായിട്ടുള്ള സമയത്ത് ഫാന് പോലും ഇല്ലാതെ നമ്മൾ ജീവിച്ചിരുന്നു. അത്രയും തണുപ്പാണ്. ഇപ്പോൾ വീണ്ടും അതുപോലെയൊക്കെയാണ് തോന്നുന്നത്.